ഹായ്, എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് കനകക്കുന്നിൽ നടന്നൊരു പ്രോഗ്രാമിൽ നമ്മൾ പോയിരുന്നു. അപ്പോൾ അന്നെടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം കനകക്കുന്നെന്ന് പറഞ്ഞ പാലസിൽ നമ്മൾ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കനകക്കുന്ന് എല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാം കനകക്കുന്ന്. അപ്പോൾ ഈ കനകക്കുന്നിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും എന്ത് പ്രോഗ്രാം വന്നാലും ലൈറ്റിംഗ് പ്രോഗ്രാമൊക്കെ അവിടെ കാണും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റിംഗ് കൊണ്ട് അറേഞ്ച് ചെയ്ത് ഭയങ്കര രസമാണ് കനകക്കുന്നൊക്കെ കാണാൻ, കനകക്കുന്നിൻ്റെ ആ ഏരിയയൊക്കെ കാണാനായിട്ട്. അപ്പം ഈ പ്രാവശ്യം ഗവൺമെൻറ്റാണ് ഈ പ്രോഗ്രാം, ലൈറ്റിംഗ് പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൈവറ്റ് പാർട്ടീസും ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം വയനാട് ഇഷ്യൂ നടന്നുകൊണ്ട് സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഈ പ്രോഗ്രാം ഇതേപോലെ വെച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫീ ഉള്ളത്. മറ്റേത് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അങ്ങനെ ടിക്കറ്റ് ഒന്നും വെക്കാറില്ല. ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ പ്രൈവറ്റ് പാർട്ടീസ് വെക്കുമ്പോഴാണ് നമുക്ക് എൻട്രി ഫീ ഉള്ളത്. അപ്പോൾ 50 രൂപയാണ് ഈ പ്രാവശ്യത്തെ എൻട്രി ഫീ എന്ന്. പിന്നെ ഇതിന് ഇന്ന എത്രയും ടൈം, അങ്ങനെ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഇന്ന ടൈമിനുള്ളിൽ ഇറങ്ങണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് കയറുന്നതിൻ്റെ അവിടെയുള്ള കനകക്കുന്നിൻ്റെ 2 സൈഡിലുള്ള മരം നിറച്ചും ഇതേപോലെ ലൈറ്റിങ്ങും നല്ല രസമാണ്. അവിടെ ഒരു ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു വൈബാണ് ആ റോഡും ആ ഏരിയയിലൊക്കെ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഇതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം തീരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോയിട്ട് പോലും നല്ല തിരക്കുണ്ട്. ഏകദേശം 10 ദിവസത്തോളം പ്രോഗ്രാം കാണും. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് പോയിട്ട് പോലും നമുക്ക് പാർക്കിങ്ങൊക്കെ ഭയങ്കരമായിട്ട് പാടായി. കാരണം നേരത്തെ ചെന്നാലേ പാർക്കിങ്ങൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ താഴെ ഇട്ടിട്ട് ഒത്തിരി നടക്കേണ്ടി വരും. ഇതേപോലെ 2 സൈഡ് ഫുള്ളും ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാരും ഭയങ്കര രസമായിട്ടാണ് അവരിങ്ങനെ അലങ്കരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയൊന്നും ഈ പ്രാവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല പോലെ ക്രിസ്മസിനായാലും ഓണത്തിനൊക്കെ ആയാലും നല്ല ഡെക്കറേഷനുണ്ട്. ഈ പ്രാവശ്യം കുറഞ്ഞ രീതിയിലാണ് ഡെക്കറേഷൻ. പിന്നെ വഴിയിൽ ഇതേപോലെ കടക്കാർ കമ്മൽ, മാല, അതുപോലെ തന്നെ എല്ലാ ബലൂൺസ് എല്ലാം കൊണ്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കായിരിക്കും ഈ സമയം ഈ റോഡിൻ്റെ ഇവിടെ. അപ്പോൾ ഇത് 6 മണി തൊട്ട് ഏകദേശം ഒരു 12 മണിയൊക്കെ വരെ ഉണ്ട്. അപ്പോൾ ഈ കനകക്കുന്നിനകത്ത് ഇതിനകത്ത് വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് വന്നത്. കാരണം നമ്മൾ താമസിച്ച് പോയതുകൊണ്ട് തിരിച്ച് വേഗം ഇറങ്ങി. ഒത്തിരി നേരം ഒന്നും കനകക്കുന്നിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഇതേപോലെ കമ്മൽ ഒക്കെ ഇഷ്ടം പോലെ കമ്മലുകളും, ഇതൊക്കെ 30-40 രൂപയ്ക്ക് മേടിക്കുന്ന കമ്മലുകളാണ്. എല്ലാം 30-40 രൂപയാണ്. അത് ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടിലായാലും ഏത് സ്ഥലത്ത് ചെന്നാലും 30-40 രൂപയ്ക്കുള്ള കമ്മൽ ഇതേപോലെ ഇഷ്ടം പോലെ കാണും. പിന്നെ നമ്മൾ ചെന്നപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ടിക്കറ്റ് വേണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ചെന്നത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് പോർഷനൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ ഏറ്റവും ബാക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് കുറച്ച് പാടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ഇതിൽ നോക്കിയിട്ടും ഇനി ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഫോണിൽ സൂം ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര രസമായിട്ടായിരുന്നു ഉള്ള പ്രോഗ്രാമായിരുന്നു. പിന്നെ ഇതേപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റാണ്. എപ്പോഴും ഇവിടെ ഫോട്ടോ എടുക്കാൻ കുറേ ആൾക്കാർ കാണും. അപ്പോൾ ഇതാണ് എന്താ പറയണ്ടേ, ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാരുടെ തിരക്കാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം.